പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഉമ്മൻചാണ്ടി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ഇടതിൻ്റെ ഭരണം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഉമ്മൻചാണ്ടി എത്രയേറെ സ്നേഹിക്കുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ച ആളാണ് നമ്മുടെ ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഇത്രയേറെ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിയോഗ ദിനത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. പുതുപ്പള്ളിയിൽ സംസ്ഥാനം ആകെ പുതുപ്പള്ളിയിൽ ഒത്തുകൂടിയൊരു ദിനമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗ ദിനവും. പിന്നെ അതോടൊപ്പം അന്ത്യകർമ്മങ്ങളിലെല്ലാം സംസ്ഥാനം ആകെ അവിടെ ഒത്തുകൂടിയിരുന്നു. ഭയങ്കര ജനത്തിരക്കായിരുന്നു. അദ്ദേഹം ഏറ്റവും മികച്ചൊരു നേതാവായിരുന്നു എന്ന് ജീവിതം കൊണ്ടും മരണം കൊണ്ടും തെളിയിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഞാൻ ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും നേരിൽ കണ്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് പിന്നെ ഓർമ്മയിൽ ഉമ്മൻചാണ്ടി എന്ന ക്യാപ്ഷൻ കൊടുത്തതെന്ന് പറയാം. 2017 ഇലക്ഷൻ്റെ പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നാട്ടിലും ഉമ്മൻചാണ്ടി ഞങ്ങളുടെ ഗ്രാമത്തിലും വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി വരുന്നതിൻ്റെ തലേ ദിവസം എൻ്റെ മകൻ പഠിക്കുന്ന നഴ്സറിയിൽ കലാപരിപാടികളായിരുന്നു. ആ നഴ്സറിയിലെ കലാപരിപാടികൾ ഞങ്ങളുടെ വീട്ടിൻ്റെ പറമ്പിൽ വെച്ചിട്ടായിരുന്നു നടത്തിയിരുന്നത്. സ്റ്റേജൊക്കെ കെട്ടിയിട്ട്. അപ്പോൾ സംഘാടകർ സ്റ്റേജൊക്കെ കെട്ടുമ്പോൾ ഞങ്ങളോട് പറഞ്ഞിരുന്നു, നാളെ ഉമ്മൻചാണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി വരുന്ന ഒരു പ്രോഗ്രാമും കൂടെ ഞങ്ങളിവിടെ വെച്ച് നടത്തിക്കോട്ടെ. പിന്നെ വീണ്ടും വേറെ സ്റ്റേജ് കെട്ടണ്ടല്ലോ, ഈ തൊടിയിൽ അതിനുള്ള സൗകര്യം ഉണ്ടല്ലോ, ആളുകൾക്കൊക്കെ വന്നിരിക്കാൻ സൗകര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു. അത് കേട്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, അതിനെന്തായിക്കോട്ടെ, കാരണം മുഖ്യമന്ത്രിയാണ്, ഉമ്മൻചാണ്ടിയാണ്. പോരാത്തതിന് എൻ്റെ ഹസ്ബൻഡ് ഒരു മുസ്ലിം ലീഗ് അനുഭാവി കൂടിയാണ്. ഒരു പാർട്ടി പ്രവർത്തകനായിട്ട് അങ്ങനെ ഇറങ്ങിച്ചെല്ലുന്ന ആളൊന്നും അല്ലെങ്കിലും ഒരു മുസ്ലിം ലീഗ് കോൺഗ്രസ്സൊക്കെ അനുഭാവിയാണ് എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി ഉമ്മൻചാണ്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ. പിന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നോട് പറഞ്ഞു, നാളെ ഉമ്മൻചാണ്ടിയുടെ പ്രസംഗം നമ്മുടെ തൊടിയിൽ വെച്ചിട്ടാണ് എന്ന് പറഞ്ഞു. എനിക്കും ഒരുപാട് സന്തോഷമായി. അങ്ങനെ അന്ന് വൈകുന്നേരം എൻ്റെ ഉപ്പ വന്നപ്പോൾ എൻ്റെ ഉപ്പ ഇങ്ങനെ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ പരിപാടി ഇവിടെ വെച്ചിട്ടാണെന്ന് കേട്ടു. അതെന്താ ഇവിടെ വെച്ചിട്ട് നടത്തുമ്പോൾ അത് എൻ്റെ അനിയത്തീൻ്റെ ഹസ്ബൻഡ് അറിയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ, അവനറിയുമ്പോൾ അതിനൊരു വിഷമമാവില്ലേ എന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തീൻ്റെ ഹസ്ബൻഡ് ഒരു ഇടത് പ്രാസംഗികനാണ്, ജംഷീദ് അലി. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഫോണിൽ യൂട്യൂബിൽ ജംഷീദ് അലി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സ്പീച്ചുകളെല്ലാം കിട്ടും. 2017 എന്ന് പറയുമ്പോൾ ആ ഒരു സമയം എൻ്റെ അനിയത്തീൻ്റെ കല്യാണം കഴിഞ്ഞൊരു സമയം കൂടിയായിരുന്നു. എൻ്റെ ഉപ്പ പറഞ്ഞത് ഒരു ആതിഥ്യ മര്യാദയുടെ പേരിലാണ്. അദ്ദേഹം ഒരു എന്താ പറയുക, നിഷ്കളങ്കനായ ഒരു പിതാവായി മാത്രം അദ്ദേഹം ചിന്തിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവനറിയുമ്പം അവനതിലൊരു വിഷമം ഉണ്ടാവില്ലെന്ന്. അല്ലാതെ എൻ്റെ അനിയത്തിയോ അനിയത്തീൻ്റെ ഹസ്ബൻഡോ ഞങ്ങളോട് ഇവിടെ വെച്ച് പരിപാടി നടത്തരുതെന്ന് റെക്കമെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഉപ്പനെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചതുമല്ല. ഉപ്പ ഒരു ഉപ്പയെ കൊണ്ട് സംസാരിച്ചു. അനിയത്തീൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞാൽ അവനൊരു വിഷമമല്ലേ, അവനൊരു ഇടത് പ്രാസംഗികനാകുമ്പോൾ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ പരിപാടിക്ക് ഇവിടെ സൗകര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഏട്ടത്തി അനിയത്തിമാരാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ, വിഷമമാവില്ലേ പിന്നീട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ഉപ്പയ്ക്ക് വിഷമമാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. എന്തെങ്കിലും ഒരു വിരോധത്തിനോ അല്ലെങ്കിൽ ഒരു മനസ്സിലൊരു വിഷമത്തിനോ അത് കാരണമായാലോ എന്ന് കരുതിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഉപ്പ ഇങ്ങനെ പറഞ്ഞു, ജംഷീദ് അറിയുമ്പോൾ അവനൊരു വിഷമമാവില്ലെന്ന് ഉപ്പ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, അനിയത്തിയോ ജംഷീദോ റെക്കമെൻഡ് ചെയ്തിട്ടൊന്നുമില്ല, അവർക്കതിൽ പ്രശ്നവുമില്ല. പക്ഷെ എന്നാലും ഉപ്പയ്ക്ക് അതൊരു വിഷമം, ചെറിയ മരുമോന് ഇങ്ങനെ അറിയുമ്പോൾ ഒരു വിഷമമല്ലേ എന്നൊരു ഉപ്പയ്ക്ക് അതിലൊരു വിഷമം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനും കേട്ടപ്പോൾ ഉപ്പയ്ക്ക് അതിൽ വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡിനും ഒരു വിഷമമായി. കാരണം എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ എൻ്റെ ഉപ്പ എന്ത് പറഞ്ഞാലും സ്വീകരിക്കും. സ്വന്തം ഉപ്പാനെ പോലെയാണ് എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ ഉപ്പ എന്ന് വെച്ചാൽ. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഉപ്പയുടെ ഒരു വിഷമത്തെ മാനിക്കാതെ നമ്മൾ ഉമ്മൻചാണ്ടിക്ക് പ്രോഗ്രാം നടത്താൻ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ ഉപ്പയ്ക്ക് അതൊരു വിഷമമാവില്ലേ എന്ന് കരുതിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ആകെ ധർമ്മസങ്കടത്തിലായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, നമ്മളാണെങ്കിൽ അവർക്ക് വാക്കും കൊടുത്ത് ഇവിടെ വെച്ചിട്ട് പരിപാടി നടത്തിക്കോളൂ എന്ന് പറയുകയും ചെയ്തു. അവസാനം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പറയൂ. പിന്നെ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇടതിൻ്റെ നേതാവ് വന്നിട്ടുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു.
ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അവരും ഈ പറമ്പ് ചോദിച്ചു എന്ന് നിങ്ങൾ അവരോട് പറയൂ. ഇങ്ങനെ തൊടി ചോദിച്ചിട്ടുണ്ട് പ്രസംഗം നടത്താൻ. അപ്പം അവരുടേത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ്. അതുവരെ സ്റ്റേജ് ഇങ്ങനെ കെട്ടി നിർത്തൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സഹായം ചെയ്തു അവർക്ക് ചെയ്തില്ലെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഒരേ നാട്ടുകാരാകുമ്പോൾ അതൊരു വിദ്വേഷത്തിന് കാരണമാവും. ഇതൊരു പാർട്ടി പരിപാടി ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ പ്രശ്നമില്ലായിരുന്നു എന്ന് തൽക്കാലം എവിടെയും തൊടാത്ത രീതിയിൽ നിങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ബന്ധങ്ങളെയും നമ്മൾ മാനിക്കണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകരോട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇടതിൻ്റെ അവരും പ്രവർത്തകരും ഇങ്ങനെ സ്റ്റേജ് ചോദിച്ചിട്ടുണ്ട്, അവർ വേണമെങ്കിൽ വാടക തരാം എന്ന് വരെ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് ആണ് അവരുടെ പരിപാടി എന്ന് അറിയാമല്ലോ. അപ്പോൾ അതുവരെ സ്റ്റേജ് ഇങ്ങനെ കെട്ടി നിർത്തുക ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീടിൻ്റെ മുൻവശം തന്നെയാണല്ലോ, അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് സൗകര്യം ചെയ്തിട്ട് അവർക്ക് സൗകര്യം ചെയ്യാതെ വന്നാൽ ഒരേ നാട്ടുകാരാകുമ്പോൾ അതൊരു വിദ്വേഷത്തിന് കാരണമാവും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിങ്ങളിവിടെ വെച്ച് പരിപാടി നടത്തേണ്ട, പറയുന്നതിൽ വിഷമമുണ്ടെന്ന രീതിയിൽ തന്നെ ഹസ്ബൻഡ് അവരോട് പറഞ്ഞു. അവർക്കത് കേട്ടപ്പോൾ വിഷമമായെങ്കിലും അവർ മാന്യന്മാരായതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കാതെ സ്റ്റേജ് അയച്ചുകൊണ്ട് പോയി. പക്ഷേ അന്ന് ഇടതിൻ്റെ ടീംസ് പരിപാടിക്ക് സ്ഥലമൊന്നും ചോദിച്ചിട്ടില്ലായിരുന്നു കേട്ടോ, അതായിരുന്നു സത്യം. പക്ഷെ നമ്മൾ തൽക്കാലം ഒഴിഞ്ഞു മാറാൻ വേണ്ടി അങ്ങനെ ഒരു ഉഡായിപ്പ് അന്ന് പറയുകയുണ്ടായി. പക്ഷേ ഞങ്ങൾ സ്ഥലം കൊടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഉമ്മൻചാണ്ടിക്ക് പ്രസംഗിക്കാൻ സ്ഥലം കിട്ടാതെ നിന്നിട്ടൊന്നുമില്ല. ഞങ്ങളുടെ സ്ഥലത്തേക്കാൾ ഏറ്റവും നല്ല അങ്ങാടിക്ക് തൊട്ടടുത്തുള്ളൊരു ഒഴിഞ്ഞ ഒരു പറമ്പ് തന്നെ ഉമ്മൻചാണ്ടിക്ക് കിട്ടി. അതായത് എൻ്റെ മോൻ പഠിക്കുന്ന നഴ്സറിയുടെ തൊട്ടടുത്തുള്ള സ്ഥലം, നഴ്സറിയുടെ തൊട്ടടുത്തുള്ള നല്ലൊരു പറമ്പ്, അങ്ങാടിയിൽ തന്നെയുള്ളൊരു സ്ഥലം പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി കിട്ടി. അതായിരുന്നു കുറച്ചും കൂടി ആളുകൾക്ക് എത്തിപ്പെടാൻ സൗകര്യം. ഞങ്ങളുടെ പറമ്പെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് ഉള്ളോട്ടേക്ക് പോന്നിട്ടാണ്, അവരുടേത് അങ്ങാടിയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഏറ്റവും നല്ല പറമ്പ് അദ്ദേഹത്തിന് പരിപാടി അവതരിപ്പിക്കാൻ കിട്ടി. തൊട്ടടുത്ത ദിവസം നഴ്സറിക്ക് അവധിയായിരുന്നു. എങ്കിലും ടീച്ചർ പറഞ്ഞിരുന്നു കുട്ടികളെല്ലാവരും വരണം, ഉമ്മൻചാണ്ടി വരുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നഴ്സറിയുടെ തൊട്ടടുത്താണല്ലോ, നമുക്ക് അദ്ദേഹത്തെ കാണാനും കൈ കൊടുത്ത് സംസാരിക്കാനും ഒരു അവസരം കിട്ടിയതാണ്, കുട്ടികളെല്ലാവരും വരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ മോന് അന്ന് നല്ല പനിയും ഛർദിയുള്ള കാരണം കൊണ്ട് എൻ്റെ മോന് നഴ്സറിയിൽ പോയില്ല. അവനെ പറഞ്ഞയക്കാൻ വയ്യായിരുന്നു, തീരെ വയ്യാത്ത കുട്ടിയല്ലേ, അത്രയേറെ പനിയും ഛർദിയും ഉള്ളപ്പോൾ എങ്ങനെ പറഞ്ഞയക്കും? ആ ഒരു ഇതിൽ ഞങ്ങൾ പറഞ്ഞയച്ചില്ല. പക്ഷെ ആളുകൾ വിചാരിച്ചു ഞങ്ങൾക്കെന്തോ ഉമ്മൻചാണ്ടിയോട് എന്തോ ഒരു ഇഷ്ടക്കേടുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മോനെ പറഞ്ഞയക്കാതിരുന്നതെന്ന്. അതായിരുന്നില്ല വാസ്തവം. എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡ് ഒരു പാർട്ടി പ്രവർത്തകനായതുകൊണ്ട് ഞങ്ങളുടെ ആശയങ്ങളെല്ലാം ഞങ്ങൾ മാറ്റിമറിച്ചു എന്നൊക്കെ ആളുകൾ വെറുതെ സങ്കല്പിച്ചു കൂട്ടി. പക്ഷേ ഇവിടുത്തെ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ പോലും എൻ്റെ അനിയത്തിയോ എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡോ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇടതിന് വോട്ട് ചെയ്യണമെന്നോ, അപ്പോൾ ഈ അടുത്ത് ഒരു ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞല്ലോ, അപ്പോൾ പോലും നീ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ നീയും നിൻ്റെ ഹസ്ബൻഡും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നോ എന്നൊന്നും ഒരിക്കൽ പോലും അവരെന്നോട് റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഞാനും എൻ്റെ അനിയത്തി അടുത്ത് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പറയുമ്പോൾ ലോക്സഭ ഇലക്ഷൻ്റെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. അപ്പോൾ പോലും അവൾ നീ വസീഫിന് വോട്ട് ചെയ്യുമെന്ന് അവൾ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് കാര്യവുമില്ല, എന്നാലും അവൾ പറഞ്ഞതുമില്ല. അവളുടെ മാന്യതയിൽ രാഷ്ട്രീയം വേറെ സാഹോദര്യം വേറെ ബന്ധങ്ങൾ വേറെ എന്ന ലെവല് അവൾ ആ ഒരു യുക്തിയിൽ അവൾ ചിന്തിച്ചു. അത് തന്നെയാണ് സത്യം. നമ്മളൊരു വീട്ടിൽ രണ്ട് ആശയങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലേ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അനിയത്തി പക്കാ ഇടതാണ്. ഇടതെന്ന് വെച്ചാൽ അവളുടെ ഹൃദയമാണ്. പക്ഷെ ഞാൻ നേരെ തിരിച്ച് ഭയങ്കര ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. രാഹുൽ ഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക, അത്രയേറെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും രാഹുൽ ഗാന്ധിയുടെ സ്റ്റാറ്റസൊക്കെ വയ്ക്കും എന്ന് കരുതി ഞങ്ങളുടെ സാഹോദര്യ ബന്ധം അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അനിയത്തിൻ്റെ ഹസ്ബൻഡ് പ്രായം കൊണ്ടല്ലെങ്കിലും സ്ഥാനം കൊണ്ടും അദ്ദേഹം എൻ്റെ അനിയനാണ്. അവിടെയൊന്നും ഒരു രാഷ്ട്രീയത്തിന് ഒരു പ്രസക്തിയില്ല. പക്ഷേ ഇവർ ഇപ്പോൾ ചിന്തിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇവർ വളരെ യുക്തിപരമായിട്ട് എന്താ പറയുക നമ്മളോട് വോട്ട് ചെയ്യണമെന്നൊന്നും ആവശ്യപ്പെടാത്തതുപോലെ അന്ന് ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി വരുന്നത് പോലെ ചിന്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്നത് ഇന്നും ഒരു ഖേദമാണ്. ഒരിക്കൽ പോലും വസീഫിനോ അല്ലെങ്കിൽ ഇടതിനോ വോട്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മളൊന്ന് ഉപദേശിച്ച് നോക്കട്ടെ അവരുടെ ഭാഗത്തേക്ക് വരുമോ എന്ന രീതിയിൽ നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവരുടെ സ്പീച്ച് അയച്ചു തന്നിട്ടോ ഒരു തരത്തിലും എന്നെയോ എൻ്റെ ഹസ്ബൻഡിനെയോ ഒന്നും അവർ ഇടതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നത് ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ വിയോഗ ദിവസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു.
എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മോന് മദ്രസയുള്ള കാരണം കൊണ്ട് അതിരാവിലെ തന്നെ ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കായിട്ട് പുറപ്പെട്ടതിന് ശേഷം എൻ്റെ അനിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് സ്റ്റാറ്റസൊക്കെ കാണുന്നത്, നീ പോകുന്നതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നീ ഇറങ്ങണ്ടായിരുന്നു എന്ന് അനിയൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പം പറഞ്ഞു, നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മരിച്ചു, അതുകൊണ്ട് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അവധിയാണെന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. അദ്ദേഹത്തിന് അസുഖങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്തോ എനിക്ക് അദ്ദേഹം എൻ്റെ ആരോ ആണ് എന്നൊരു തോന്നലായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ട ആരോ ആണ് എന്നൊരു തോന്നലായിരുന്നു ഉമ്മൻചാണ്ടിനെ കുറിച്ച്. എൻ്റെ അനിയനും പറഞ്ഞു, പെട്ടെന്ന് അദ്ദേഹം മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഒരു വിഷമമല്ലേ എന്ന്. അന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരുപാട് ന്യൂസൊക്കെ കാണുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുകയായിരുന്നു. ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കാണിച്ച ഒരു അബദ്ധം, അല്ലെങ്കിൽ എന്താ പറയുക, യുക്തിയോടെ നമുക്ക് ബന്ധങ്ങൾ വേറെ നമ്മുടെ ആശയങ്ങൾ വേറെ എന്ന് ചിന്തിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു അബദ്ധം ഇന്നും എൻ്റെ മനസ്സിലൊരു വിങ്ങലായിട്ട് നിലനിൽക്കുകയാണ്. അന്ന് എനിക്ക് ഉമ്മൻചാണ്ടിയെ കാണാനോ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നൊന്ന് സംസാരിക്കാനോ ഉള്ളൊരു അവസരം എനിക്ക് നഷ്ടപ്പെട്ടു. അതിലിന്നും എൻ്റെ മനസ്സിൽ വേദനയുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഈ വരാനിരിക്കുന്ന ലോക്സഭ ഇലക്ഷൻ അത് നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് വേണ്ടിയിട്ടുള്ള മാത്രം ഇലക്ഷൻ റിസൾട്ടായിരിക്കും. ഞാൻ റിസൾട്ട് എന്നാണ് കേട്ടോ ഉദ്ദേശിച്ചത്. വരാനിരിക്കുന്ന ലോക്സഭ റിസൾട്ട് നമ്മുടെ ഉമ്മൻചാണ്ടിക്ക് മാത്രമുള്ള റിസൾട്ടായിരിക്കും. അദ്ദേഹത്തോട് ചെയ്ത എല്ലാ നെറികേടുകൾക്കുമുള്ളൊരു മറുപടി ആയിരിക്കും ഈ ഒരു റിസൾട്ട്. അതോടൊപ്പം വരാനിരിക്കുന്ന നിയമസഭാ റിസൾട്ടുകളും അങ്ങനെ തന്നെയായിരിക്കും. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.